إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-ബഖറ 271 ആയത്ത് വിശദീകരണം നോക്കൂ. നിങ്ങൾ നിങ്ങൾ ദാനധർമ്മം വെളിവാക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്, നല്ലതു തന്നെയാണ്. ഇനി നിങ്ങൾ അതിനെ ഗോപ്യമാക്കി വെക്കുകയാണെങ്കിൽ, അതായത് രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ, പാവങ്ങൾക്ക്, ദരിദ്രന്മാർക്ക് നിങ്ങൾ അതിനെ നൽകുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നേരത്തെ പറഞ്ഞതിനേക്കാൾ പരസ്യമായി ചെയ്യുന്ന ദാനധർമ്മത്തെക്കാൾ ഉത്തമമായത് രഹസ്യമായ ദാനധർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിന്റെ കൂട്ടരെ പറ്റി വിശദീകരിച്ചപ്പോൾ അതിലൊരു വിഭാഗം രഹസ്യ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രത്യേകത ഈ രഹസ്യദാനധർമ്മത്തിനുണ്ട് എന്നാണ് അത്തരം ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുമാത്രമല്ല, യുക്കഫ്ഫുറു അൻകും, നിങ്ങളെ തൊട്ട് മായ്ച്ചുകളയും അല്ലെങ്കിൽ മറച്ചു വെക്കും, മിൻ സയ്യാത്തിക്കും, നിങ്ങളുടെ ദോഷങ്ങളെ ഈ ദാനധർമ്മങ്ങൾ മറച്ചു വെക്കുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, വല്ലാഹു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അതിസൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രഹസ്യ പരസ്യ ദാനധർമ്മങ്ങൾ അത് ഏത് രൂപത്തിലാണെന്നും അതിന്റെ ഇഖ്ലാസ്, അതിന്റെ ആത്മാർത്ഥത ഏത് രൂപത്തിലാണെന്നും, അത് റിയായിന് വേണ്ടിയിട്ടാണോ, ലോകമാന്യത്തിന് വേണ്ടിയിട്ടാണോ, ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ല അള്ളാഹുവിന്റെ പ്രീതി വജൂദ്ദേശം കൊണ്ട് മാത്രമാണോ എന്നൊക്കെ കൃത്യമായി അള്ളാഹുവിനറിയാം. അതിനനുസൃതമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെയാണ് അതിൽ നിന്നും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ കൂടി വിശദീകരിച്ചു തരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ദോഷങ്ങൾ അത് മറച്ചു വെക്കും, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമെന്ന് പറയാതെ മറച്ചു വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അല്ലാഹു തആല സന്തോഷിപ്പിക്കുകയാണ്. അത് ചില ഖുർആന്റെ പ്രയോഗങ്ങളാണ്. അത് മാത്രം അത് പ്രത്യേകം നാം ചിന്തിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതാകുന്നു. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.